പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ കഷ്ടതയാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഏകാന്തതയാണെങ്കിലും ഒരു മനുഷ്യനും അരികിലില്ലാത്ത അവസ്ഥയാണെങ്കിലും അവിടെയൊക്കെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ന വലിയ ഏകാന്തതയും നമുക്കൊരു വിഷയമായി തോന്നത്തില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വചനമെന്ന് നോക്കിക്കേ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുക. എവിടെ യോഹന്നാൻ ആ സമയത്ത് എന്നറിയാമോ? പത്മോസ് എന്ന ദ്വീപിൽ ഏകാന്തതയുടെ നടുവിൽ ഒറ്റ മനുഷ്യൻ തന്നോട് സംസാരിക്കാനോ തനിക്ക് തന്നെ ഹൃദയവേദന പകരുവാനോ ഇല്ല. അവിടെ താൻ ആത്മവിവശനായെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ടു കൺട്രോൾ ഓഫ് മീ. എൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്തത് മാത്രമല്ല, അതുവരെ ആർക്കും കൊടുക്കാത്ത അസാധാരണമായ വെളിപ്പാടല്ലേ ആ ഏകാന്തതയിൽ യോഹന്നാൻ്റെ മേൽ സ്വർഗം പകർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും സഹായിക്കാനില്ലാത്ത നിമിഷത്തിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? ഒരു മനുഷ്യനെങ്കിലും എൻ്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? മനുഷ്യരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അതിൻ്റെ ആഴത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് ചില ഏകാന്തതകൾ കർത്താവ് അനുവദിച്ചിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളെ ഒറ്റയ്ക്ക് വേണം. നിങ്ങളുടെ മുഴുവൻ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് ഏറ്റെടുക്കുവാൻ. അതുകൊണ്ടാകട്ടോ, ആരെങ്കിലും അരികിലുണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടത്തില്ലല്ലോ. മറ്റാർക്കും മനസ്സിലാക്കാത്തതൊന്നുമല്ല, മനസ്സിലാക്കുവാൻ കഴിയാത്തതോ നിങ്ങളെ ആശ്വസിപ്പിക്കാനില്ലാത്തതോ കൊണ്ടൊന്നുമല്ല ദൈവം അനുവദിച്ചത് ഈ ഏകാന്തത. പരിശുദ്ധാത്മാവിനെ കൂടുതൽ അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിനോടൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയ അനുഭവങ്ങൾ അനുഭവിപ്പാൻ, മാത്രമല്ല ആർക്കും കൊടുത്തിട്ടില്ലാത്ത ചില വലിയ ദൈവിക വെളിപ്പാടുകൾ, സ്വർഗീയ ദർശനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാൻ ഒട്ടും വൈകണ്ട. കർത്താവിൻ്റെ ഇടപെടൽ, അവിടുന്ന് നൽകുന്ന ആലോചനകൾ എഴുതിയെടുക്കുവാൻ ഒരു ബുക്കും ഒരു പേനയും വേദപുസ്തകവുമായി ഇപ്പോൾ തന്നെ മുട്ടുമടക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടും. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് നമുക്കൊന്ന് വിധേയപ്പെടുത്താം, പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾക്ക് ദാനം നൽകിയ ആ വിലപ്പെട്ട ഹോളി സ്പിരിറ്റിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളോട് സംസാരിക്കുന്ന ആ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അങ്ങേ ഒത്തിരി വേണം. ഇതുവരെ അനുഭവിച്ചതിലുമൊക്കെ 1000 മടങ്ങ് ഞങ്ങൾക്ക് അങ്ങേ അനുഭവിക്കണം. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നപ്പാ. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.